ഹലോ മക്കളെ, ഇന്ന് നമ്മൾ സ്റ്റഡി ടൈമിൽ എടുക്കുന്നത് ഒന്നാം ക്ലാസ്സിൻ്റെ അഞ്ചാമത്തെ പാഠാട്ടോ. അഞ്ചാമത്തെ പാഠത്തിൻ്റെ പേരെന്താണ്? മണ്ണിലും മരത്തിലും. ഈ ചിത്രത്തിൽ ആരൊക്കെയാണ് കാണുന്നത്? ഒരു കുഞ്ഞി കിളിയുണ്ട്, ഒരു കുഞ്ഞൻ അണ്ണാനും ഉണ്ട് അല്ലേ? അപ്പോൾ നമുക്ക് പാഠം എന്താ നോക്കിയാലോ? ഡും 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 ഠേ ഠേ, ഇടിവെട്ടി കാറ്റ് വീശി പെരുമഴ. ഇടിയും കാറ്റും ഒക്കെ മക്കൾക്ക് പേടിയുണ്ടോ? പേടിയുണ്ട് അല്ലേ? അപ്പോൾ ദാ ഇവിടെ ഇടിവെട്ടി കാറ്റ് വീശി പെരുമഴയാണ്. അപ്പോൾ കുഞ്ഞിക്കിളി പറയാണ്, അമ്മേ മഴ പെയ്യുന്നേ, എനിക്ക് പേടിയാകുന്നേ, നീ നീ കരയാണല്ലേ കുഞ്ഞിക്കിളി. കുഞ്ഞിക്കിളിയുടെ അമ്മ എവിടെ പോയിട്ടുണ്ടാവും? ഭക്ഷണം തേടാൻ പോയിട്ടുണ്ടാവൂലേ, തീറ്റ തേടി പോയിട്ടുണ്ടാവും. പേടിച്ചിരിക്കുന്ന കുഞ്ഞിക്കിളിയോട് നമ്മുടെ അണ്ണാൻകുട്ടൻ പറയാണ്, ചിൽ ചിൽ, ഈ ചില്ലയിലേക്ക് പോരൂ, ഞാൻ കൂടെ കൂട്ടാം, പഞ്ഞി കൊണ്ട് പുതപ്പിക്കാം അല്ലേ? കുഞ്ഞിക്കിളിയോട് അണ്ണാൻ എന്താ പറയുന്നത്? ഈ ചില്ലയിലേക്ക് പോരൂ എന്നല്ലേ, ഞാൻ കൂടെ കൂട്ടി പഞ്ഞി കൊണ്ട് പുതപ്പിക്കാന്ന് പറയാണ്. കുഞ്ഞിക്കിളിയുടെ കരച്ചിൽ കേട്ടിട്ട് തത്തമ്മ എന്താ പറയുന്നേ? കുഞ്ഞിക്കിളി മഴ നനയും, വായോ വായോ, ഈ പൊത്തിലേക്ക് വായോ എന്നല്ലേ, തത്തമ്മയുടെ പൊത്തിലേക്ക് കുഞ്ഞിക്കിളിയെ വിളിക്കുകയാണ്. കുഞ്ഞിക്കിളി പേടിച്ചിരിക്കുന്നത് കണ്ടിട്ട് അണ്ണാൻ കുഞ്ഞിക്കിളിയുടെ അടുത്തേക്ക് ചാടി അല്ലേ? അപ്പം എന്ത് സംഭവിച്ചിട്ടുണ്ടാവും? അണ്ണാൻ ചില്ലയിലേക്ക് എടുത്തു ചാടി, ചില്ല ഇളകി, കൂടിളകി, അണ്ണാൻ താഴേക്ക് വീണു, കൂടും താഴേക്ക് വീണു, കുഞ്ഞിക്കിളിയും താഴേക്ക് വീണു അല്ലേ? അതെങ്ങനെയാ വീണത്? കുഞ്ഞിക്കിളി ഇരിക്കുന്ന കൊമ്പിലല്ലേ കൂടുള്ളത്. അപ്പം അണ്ണാൻ കുഞ്ഞ് ചാടിയപ്പോൾ കൂട് ഇളകിയിട്ട് കൂടും കുഞ്ഞിക്കിളിയും അണ്ണാനും ഒക്കെ താഴേക്ക് വീണു അല്ലേ? ഇത് കണ്ട തത്തമ്മ കുഞ്ഞിക്കിളി കുഞ്ഞിക്കിളി എന്ന് വിളിക്കുകയാണ്. അപ്പോൾ നമ്മുടെ കുഞ്ഞിക്കിളി പറയാണ്, തത്തമ്മയെ പേടിക്കേണ്ട, എനിക്കൊന്നും പറ്റിയിട്ടില്ല എന്ന്. അണ്ണാനും താഴെ സന്തോഷത്തിലാണല്ലേ, ഒന്നും പറ്റിയിട്ടില്ല. ഇനി ആരാണ് ഈ പറന്ന് വരുന്നത്? കുഞ്ഞിക്കിളിയാണല്ലേ. അപ്പം നമുക്ക് ഈ കുഞ്ഞി പാട്ട് പൂരിപ്പിച്ചാലോ? കുഞ്ഞിച്ചിറകുകൾ വീശി വീശി അതാ കുഞ്ഞിക്കിളി പറന്നു വരുന്നു. അടുത്ത ചിത്രത്തിൽ എന്തൊക്കെയാണ് മക്കൾ കാണുന്നത്? ഒരു മരം ഉണ്ട് അല്ലേ, പൂക്കൾ കൊണ്ട് നിറഞ്ഞ ഒരു മരമുണ്ട്, തേനീച്ചയുടെ ഒരു കൂടുണ്ട് അല്ലേ, ഒരു പക്ഷിയുണ്ട്, ഉറുമ്പിൻ്റെ കൂടുണ്ട്, പിന്നെയോ ചെറിയ മണ്ണിരകളുണ്ട്, നിലത്തിലെ താഴെയായിട്ട് പാമ്പുണ്ട്, പിന്നെയോ എലിയുണ്ട്, മുയലുണ്ട്. പിന്നെ ഇവിടെ എന്താ തന്നിട്ടുള്ളത് പറയാമോ? മെഴുകുകൊണ്ടൊരു കൊട്ടാരം, അറകളുള്ളൊരു കൊട്ടാരം, തേനൂറുന്നൊരു കൊട്ടാരം. ആരുടെയാണ് ഈ കൊട്ടാരം? ആരുടേതാണ്? മെഴുക് പോലെ അറകളുള്ള തേനൊക്കെ ഉള്ളൊരു കൊട്ടാരം ആരുടെയാ? തേനീച്ചയുടേതാണല്ലേ. അപ്പം നമുക്കവിടെ തേനീച്ചാന്ന് എഴുതി കൊടുക്കാം. അപ്പോൾ മക്കൾ പുസ്തകത്തിൽ കണ്ടോ? ഈ ഒരു പേജിൽ ഒരുപാട് ജീവികൾ കൂടുണ്ടാക്കിയത് കണ്ടോ? കുറേ ആളുകൾ മണ്ണിൻ്റെ അടിയിൽ മാളുണ്ടാക്കിയിട്ടാണല്ലേ കൂടുകൾ ഉണ്ടാക്കുന്നത്. ഉറുമ്പും എലിയും മുയലും പാമ്പും ഒക്കെ മണ്ണിൻ്റെ അടിയിലാണ്. പിന്നെ മരത്തിൻ്റെ മുകളിൽ കിളികളൊക്കെ ഉണ്ട് അല്ലേ? അപ്പം നമുക്ക് കൂടുകളെ കുറിച്ചുള്ള ഒരു പാട്ട് പാടിയാലോ? മക്കളും കൂടെ പാടണേ. തുന്നാരൻ കിളി തുന്നിക്കൂട്ടിയ കൂടുകൾ കണ്ടിട്ടുണ്ടോ? ഇലകൾ തമ്മിൽ തുന്നിക്കൂട്ടാൻ നാരുകളല്ലോ നൂല്. നെല്ലോലകളും തെങ്ങോലകളും ചീന്തിയെടുത്തു മെടഞ്ഞല്ലോ കുരുവികൾ കൂടുണ്ടാക്കുന്നു. കൊത്തിക്കൊത്തി മരത്തിനുള്ളിൽ മുറി പണിയുന്നു മരംകൊത്തി. കേടുകൾ തീർക്കാൻ അറിയില്ല കിളി, കൂടുകൾ പുതുതായി പണിയുന്നു. അപ്പം എന്താണ് ഈ ഒരു പാട്ടിൽ പറയുന്നത്? തുന്നാരൻ കിളി എങ്ങനെയാണ് കൂടുണ്ടാക്കുന്നത്? ഇലകൾ തമ്മിൽ തുന്നിക്കൂട്ടിയിട്ടാണ് അല്ലേ? പിന്നെയോ കുരുവികൾ എങ്ങനെ കൂടുണ്ടാക്കുന്നത്? നെല്ലോലകളും തെങ്ങോലകളും ചീന്തിയെടുത്ത് മെടഞ്ഞിട്ടാണ് അല്ലേ? പിന്നെ മരം കൊത്തി എങ്ങനെയാണ് കൂടുണ്ടാക്കുന്നത്? മരത്തിൻ്റെ ഉള്ളിൽ കൊത്തി കൊത്തി ഒരു മുറി പണിയാണ് അല്ലേ? പിന്നെ പക്ഷികൾക്ക് എന്താണ്? കേടുകൾ തീർക്കാൻ അറിയില്ല. കേടുകൾ എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മുടെ വീടൊക്കെ എന്തെങ്കിലും പൊട്ടുകയോ പൊളിയോ ചെയ്താൽ നമ്മൾ എന്ത് ചെയ്യും? അവിടെ നന്നാക്കൂലേ? പക്ഷേ കിളികൾക്ക് അതറിയില്ല, നന്നാക്കാൻ അറിയില്ല. അവരുടെ കൂട് കേടായാലും അവരെന്ത് ചെയ്യും? വേറെ പുതിയ കൂട് ഉണ്ടാക്കൂലേ?
ഇനി താഴെന്താ തന്നിട്ടുള്ളത്? പൂരിപ്പിക്കാമോ? ഡാഷ് കീരികളും മണ്ണ് തുരന്ന് മാളത്തിൽ. അപ്പോൾ അവിടെ എന്തൊക്കെ കൊടുക്കാം? പുഴുവും പാമ്പും എലിയും മുയലും ഉറുമ്പും കുറുക്കനും കീരികളും മണ്ണ് തുരന്ന് മാളത്തിൽ. അപ്പോൾ മക്കൾക്ക് എഴുതാൻ കാണാൻ സുഖത്തിനാണ് കേട്ടോ മുകളിലോട്ട് എഴുതിയിട്ടുള്ളത്. അപ്പോൾ ആ ഒഴിഞ്ഞ ഭാഗത്ത് എഴുതി കൊടുക്കുക. ഇനി കൂടുണ്ടാക്കാൻ എന്തൊക്കെ വേണമെന്ന് നോക്കാം. അപ്പോൾ ആദ്യത്തെ കിളി എന്തുകൊണ്ടൊക്കെയാണ് കൂടുണ്ടാക്കിയിട്ടുള്ളത്? നാരും കമ്പും ഉപയോഗിച്ചാണ് അല്ലേ. അടുത്ത പക്ഷിയോ ഇലകളും പഞ്ഞിയും ഉപയോഗിച്ചാണ് കൂടുണ്ടാക്കിയിരിക്കുന്നത്. അടുത്ത പക്ഷി എന്തൊക്കെ കൊണ്ടാണ് കൂടുണ്ടാക്കിയിരിക്കുന്നത്? നാരും ഇലയും കൊണ്ട് കൂടുണ്ടാക്കിയിരിക്കുന്നു. അടുത്ത കിളിയോ കമ്പും ഇലയും നാരും ഉപയോഗിച്ചാണ് കൂടുണ്ടാക്കിയിരിക്കുന്നത്. ഇനി അണ്ണാൻകുഞ്ഞ് എങ്ങനെയാണ് കൂടുണ്ടാക്കിയിരിക്കുന്നത്? ചകിരിയും നാരും പുല്ലും കമ്പും ഉപയോഗിച്ചാണ് കേട്ടോ. വേറെ ഏതൊക്കെ മൃഗങ്ങളുടെ പക്ഷികളുടെയൊക്കെ കൂടുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ട്? ഇനി മരത്തിൻ്റെ മുകളിലൊക്കെ കൂടുകൾ കാണുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ, എന്തൊക്കെ കൊണ്ടാണ് ഉണ്ടാക്കിയതെന്ന്. ഇനി മക്കൾ കണ്ട കൂടുകളെ കുറിച്ച് പറയണം കേട്ടോ. കാക്കയുടെ കൂടൊക്കെ കാണാറില്ലേ? ഇനി ഇവിടെ തന്ന ഒരു കൂട് നോക്കിക്കേ, തൂക്കണാങ്കുരുവിയുടെ കൂടാണല്ലേ. എല്ലാ കൂടുകളിൽ നിന്നും വ്യത്യസ്തമായിട്ടാണല്ലേ ഈ കൂടുള്ളത്. നമുക്ക് പക്ഷികളുടെ കൂടുകളെ കുറിച്ച് എന്തെഴുതാം? പക്ഷികൾ വളരെ മനോഹരമായിട്ടാണ് കൂടുണ്ടാക്കുന്നത്. ചകിരികളും ഇലകളും കമ്പുകളും നാരുകളും ഉപയോഗിച്ചിട്ട് പക്ഷികൾ കൂടുണ്ടാക്കി കുഞ്ഞുങ്ങളെ വിരിയിച്ച് അതിൽ താമസിക്കുകയാണ് അല്ലേ ചെയ്യുന്നത്. അവയുടെ കൂടുകൾ വ്യത്യസ്തമായതും വളരെ ഭംഗിയേറിയതുമാണ് അല്ലേ. അപ്പോൾ ഈ ഒരു പാഠഭാഗം ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ മക്കൾക്ക് കിളികളെ കുറിച്ചൊക്കെ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് വെക്കുക, ഫ്രണ്ട്സിന് ഷെയർ ചെയ്തു സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക കേട്ടോ. എന്നാൽ അടുത്തടുത്ത ക്ലാസ് ഇടുന്നത് മക്കൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതാണ്. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം.